ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യ പപ്പിയോട് പറയുവാണ്, വേണ്ട വഴക്കാളിച്ചെറുക്കനവിടെ നിപ്പോണ്ട്, അവനോടിനി സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ശരിയാ സത്യേ, അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുക, എപ്പോൾ വിളിച്ചാലും ഓടി ഇങ്ങ് വരാനിരിക്കുക. നമ്മുടെ കാര്യം അങ്ങനെയാണോ? സത്യാമ്മയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എനിക്ക് തല്ല ഉറപ്പാ. ആ സമയത്ത് അവരുടെ എച്ചമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ വീണ്ടും വഴക്കിടാനുള്ള പുറപ്പാടാണോ? സത്യമോള് പറയുക, ഇല്ല ടീച്ചറെ, ഞങ്ങളിനി വഴക്കിടില്ല. വെരി ഗുഡ്. ടീച്ചർ അവരോട് പറയുവാണ്, ഈ വർഷത്തെ നാഷണൽ ടാലൻറ്റ് അവാർഡിന് നിങ്ങൾ 4 പേരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ നിങ്ങളുടെ പെർഫോമൻസിനാണ് അതിന് ഗുണമായത്. അതിന് സ്കൂളിൻ്റെ വകയായിട്ടൊരു അവാർഡും പ്രശസ്തി പത്രവും ഒക്കെ ഉണ്ട്. പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇതൊക്കെ വാങ്ങിക്കാൻ. ഇന്ന് തന്നെ അതുകൊണ്ട് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പേരൻസിനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എച്ചം അങ്ങ് പോവുകയാണ്. രമേശ് ഉടനെ സത്യം നോക്കി പറയുക, എച്ചം പറഞ്ഞത് കേട്ടല്ലോ, പേരൻസിനെയും കൊണ്ടേ വരാവുള്ളെന്ന്. ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ടുവരും. നീയോ? സത്യ പറയാ, ഞാനും എൻ്റെ അച്ഛനെയും കൊണ്ടുവരും. സത്യ, നീ വെറുതെ പുളു അടിക്കല്ലേ, സത്യം പറ, നിനക്ക് അച്ഛനുണ്ടോ? എനിക്ക് അച്ഛനുണ്ട്. അവാർഡ് വാങ്ങിക്കാൻ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ടാണ് വരുന്നത് എന്നിങ്ങനെ സത്യ ഉറപ്പിച്ച് പറയുവാണ്. സത്യം ഇങ്ങനെ പറയുന്നത് കേട്ട് പപ്പിമോൾ അങ്ങ് അമ്പരന്ന് നിൽക്കുക. ദൈവമേ, ഇവൾ അച്ഛനെ വിളിച്ചോണ്ട് വരുന്നെന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് കേട്ടാണല്ലോ ഇവളിങ്ങനെയൊക്കെ പറയുന്നത്. കൃഷ്ണ, എൻ്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പപ്പിമോൾ ചിന്തിക്കുവാണ്. അത് കണ്ടിട്ട് സത്യ ചോദിക്കുന്നത്, എന്തുവാ പപ്പി നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല സത്യേ. സത്യാമ്മയാണെങ്കിൽ ഉപേന്ദ്രൻ്റെ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ച് മന്ത്രിയെയും പോയി കണ്ട് മന്ത്രിയുടെ കള്ളത്തരവും മനസ്സിലാക്കാതെ മന്ത്രിയുടെ ഉറപ്പുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുവാണ് താമസിക്കുന്ന വീട് ഈട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം വന്ന് വലിയ അന്തസ്സോടെ രാഘവേട്ടനോട് സംസാരിക്കുവാണ്. രാഘവേട്ടൻ കാര്യങ്ങൾ മുഴുക്കം മനസ്സിലാക്കാനുമാണ് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഭരണപക്ഷത്തിൻ്റെ ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി തടസ്സങ്ങളൊന്നും മുന്നിലില്ല. സത്യഭാമ ഉടനെ പറയുക, രാഘവേട്ട, തടസ്സം വന്നിരിക്കുന്ന അതിനൊന്നുമല്ല. പിന്നെ ഗവൺമെൻറ് നമുക്ക് തടി വെട്ടാനായിട്ട് സ്ഥലം അനുവദിച്ചു തരുമ്പോൾ ഈ വീടും സ്ഥലവും ഒക്കെ നമ്മൾ ഈട് കൊടുക്കണം. അതിപ്പോൾ ഉപേന്ദ്രൻ്റെ സ്വത്തുക്കളെല്ലാം മലേഷ്യയിലായതുകൊണ്ട് അതിങ്ങോട്ട് ട്രാൻസ്ഫറായി കൊണ്ടുവരാനൊക്കെ സമയം പോകും. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഓർഡർ കൈവിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ വീടും പറമ്പും ഒക്കെ ഈട് വെക്കാമെന്നാ ഉപേന്ദ്രൻ പറയുന്നത്. സത്യഭാമയുടെ ഈ വാക്ക് കേട്ട് രാഘവേട്ടൻ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഉപേന്ദ്രൻ ആരാണെന്നും അവൻ എത്രക്കാരനാണെന്നും രാഘവേട്ടനല്ലേ നല്ലതുപോലെ അറിയാൻ പറ്റത്തുള്ളൂ. സത്യഭാമ പറയുക, രാഘവേട്ടനോട് ആലോചിച്ചിട്ട് എല്ലാം തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപേന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്ത് പറയണമെന്നറിയാതെ രാഘവേട്ടൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന കണ്ടിട്ട് സത്യഭാമ ചോദിക്കുന്നു, രാഘവേട്ട, എന്താ അഭിപ്രായം, എന്ത് പറയണം? ആ സമയത്തൊക്കെ ഉപേന്ദ്രൻ്റെ ആ നോട്ടം ഉണ്ടല്ലോ രാഘവേട്ടനെ, അതൊരു വല്ലാത്ത നോട്ടം തന്നെയാണ്. ആ നോട്ടത്തിൻ്റെയൊക്കെ അർത്ഥം രാഘവേട്ടന് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ഒരു കഥയെ അറിയാത്ത രോഹിത് പറയുന്നു, അച്ഛാ, ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്നാണ് മന്ത്രി ദാസ് പറഞ്ഞിരിക്കുന്നത്. രോഹിത്തിനെ പാർട്ട്ണറായി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈടുവെക്കാമെന്നാ ഉപേന്ദ്രൻ പറയുന്നത്. അതൊരു നല്ല അഭിപ്രായമാണ് എനിക്കും തോന്നുന്നു രാഘവേട്ട. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാനോ അങ്ങനെ തന്നെ ചെയ്യാനുമാണ് ദാസും പറയുന്നത്. ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്നാ മന്ത്രി ദാസ് പറഞ്ഞത്. വനമേഖല പതിച്ചു തരുന്നതിന് ഒരു ഉറപ്പായിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. കരാറിൻ്റെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. ഉപേന്ദ്രൻ പറയുക, മന്ത്രി ഇടപെട്ടതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടക്കും, ഒരു കുഴപ്പം ഉണ്ടാകില്ല. രാഘവേട്ടന് ശരിക്ക് കലി വരുന്നുണ്ട്. കാരണം ഇവൻ ഭൂലോക തരികടയാണെന്ന് രാഘവേട്ടൻ അറിയാമല്ലോ. സത്യഭാമയ്ക്കോ രോഹിത്തിനോ ഇത് മനസ്സിലാകുന്നതുമില്ല. രാഘവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നില്ല. എന്താ രാഘവേട്ടനൊന്നും പറയാത്തത് എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, ഭാമേ, തിരക്ക് പിടിക്കണ്ട, ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്ക് ഉപേന്ദ്രന് മനസ്സിലായി ചേട്ടന് കള്ളത്തരമൊക്കെ പിടികിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രൻ പറയാം, അപ്പോൾ ചേട്ടത്തി, നമ്മുടെ ഈ പ്രതീക്ഷ ഇവിടെ അങ്ങ് ഉപേക്ഷിക്കാം, അങ്ങനാണോ? സത്യഭാമയാണല്ലോ ആള്. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ഉടനെ സത്യഭാമ അങ്ങ് പൊങ്ങുമല്ലോ. സത്യഭാമ ഇല്ല, നമ്മളിത് ഉപേക്ഷിക്കാനല്ല പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഉപേന്ദ്രൻ പറയാ, ഭരിക്കുന്ന മന്ത്രി നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോ ചേട്ടത്തി എന്നൊക്കെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുവാണ്. എന്ത് പറയണമെന്നറിയാം രാഘവേട്ടൻ അങ്ങ് മിണ്ടാതെ നിൽക്കുവാണ്. എൻ്റെ കാര്യം അങ്ങ് പോട്ടെ, പാപം ഈ രോഹിത്ത് വലിയ പ്രതീക്ഷയില്ല എന്നൊക്കെ രോഹിത്തിനെയും ചൂണ്ടിക്കാട്ടി അങ്ങോട്ട് ഇളക്കി വിടുവാണ് ഉപേന്ദ്രൻ. എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ താമസിച്ചാൽ സംഗതിയെല്ലാം കൈവിട്ടു പോവും, അവരിത് വേറെ ആർക്കെങ്കിലും കൈമാറും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ധൃതി വെക്കുവാണ് ഉപേന്ദ്രൻ. സത്യഭാമ രാഘവേട്ടനോട് പറയുക, ഇപ്പോഴും രാഘവേട്ടൻ്റെ ചിന്തകളൊക്കെ ആ പഴയ കാളവണ്ടി യുഗത്തിലിരിക്കുക. അതാ എല്ലാം സംശയത്തോടെ നോക്കുന്നത്. നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ.
അങ്ങനെ എന്തിനു പറയുന്നു? രാഘവേട്ടൻ്റെ വാക്കിനോ ഒന്നിനും യാതൊരു വിലയും കൊടുക്കാതെ സത്യഭാമ ഉപേന്ദ്രൻ്റെ ആ മായാജാലകത്തിൽ അങ്ങ് വീണ് അങ്ങ് എല്ലാത്തിനും അങ്ങ് സമ്മതിച്ചു കൊടുക്കുവാണ്. അപ്പോൾ സന്തോഷത്തോടെ ഉപേന്ദ്രൻ ഇങ്ങനെ അങ്ങ് ചിരിച്ചോണ്ട് പോവുകയാണ്. എന്തൊക്കെയോ കണക്കൂട്ടലുകൾ അവൻ്റെ മനസ്സിലുണ്ട്, അവൻ്റെ കണ്ണിൽ അതിനേക്കാളും അത് തിളങ്ങുന്നുമുണ്ട്. ഇതൊന്നും അഹങ്കാരിയായ സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നുമില്ല. ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോന്ന രാഘവേട്ടനെ നോക്കി സത്യഭാമ പറയുന്നു, എന്താ രാഘവേട്ട, ഉപേന്ദ്രൻ്റെ ഈ രണ്ടാം വരവ് രാഘവേട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതൊന്നും അല്ല ഭാമേ, നിനക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ കല്യാണത്തിന് തലേ ദിവസം ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പക മനസ്സ് വെച്ചോണ്ട് നാട് വിട്ടു പോയവനാവൻ. അതുവരെ അവൻ നാട്ടിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിക്കാവോ അതെല്ലാം കാണിച്ച് കുടുംബക്കാരെ മുഴുക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ചിട്ട് നാട് വിട്ടു പോയവനവൻ. ഇപ്പോഴും അവൻ ആരോടുമുള്ള പക തീർന്നിട്ടില്ല. നീ അവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോ? അവൻ്റെ കണ്ണിൽ ഇപ്പോഴും എന്നോടുള്ള പകയുണ്ട്. എനിക്ക് അവനെ അങ്ങനെ അങ്ങോട്ട് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാമേ. എന്ത് രാഘവേട്ടാ, അതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമല്ലേ, അതൊക്കെ ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ സത്യഭാമ രാഘവേട്ടനെ പോലും വിശ്വസിക്കാതെ ഉപേന്ദ്രൻ്റെ വാക്കിൽ ഇങ്ങനെ മയങ്ങി വീണ് കിടക്കുകയാണ്. രാഘവേട്ടൻ അറിയാവോ, ഉപേന്ദ്രൻ ഇന്ന് മലേഷ്യയിൽ എന്തും വേണ്ടി ആസ്തിയുണ്ടെന്ന്? നാണ്ടെ നമ്മുടെ ഈ വീട് പോലത്തെ 4-5 വീടുകളാണ് അവന് മലേഷ്യയിലുള്ളതെന്ന്. ഏതായാലും സ്വന്തമായിട്ട് വിമാനമുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഭാമേ. ഭാമേ, ഇതൊക്കെ അവൻ പറഞ്ഞുള്ള അറിവല്ലേ നമുക്കുള്ളൂ. എനിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഭാമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഉപേന്ദ്രനെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കത്തില്ല. എനിക്ക് അവനെ തീരെ വിശ്വാസമല്ല രാഘവേട്ട. അതിന് ഉപേന്ദ്രനെ വിശ്വസിക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ രോഹിത്തിനെ കൊണ്ടല്ലേ ബിസിനസ് ചെയ്യിക്കുന്നത്. ഭാമേ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ കളിയായിട്ടും കാര്യമായിട്ടും എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അവൻ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണായിരുന്നു നീയെന്ന്. അവൻ്റെ കണ്ണുകളിൽ എന്നെ ദഹിപ്പിക്കാനുള്ള പകയുണ്ട്. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ഭാമേ. നീ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നീ കാര്യങ്ങളെല്ലാം നീ തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ. ഇനി എൻ്റെ വാക്കിന് എന്ത് പ്രശസ്തി? ഇനി വരാനുള്ളതൊക്കെ വഴി തങ്ങില്ലല്ലോ. പോകാനുള്ളതാണെങ്കിൽ ഇതെല്ലാം പോകും, കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞ് സങ്കടവും ദേഷ്യത്തോടുകൂടി രാഘവേട്ടൻ നടന്ന് റൂമിലോട്ടങ്ങ് പോവുകയാണ്. ഉപേന്ദ്രൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഭയങ്കര കണക്കൂട്ടലുകൾ ഉപേന്ദ്രൻ നടത്തുന്നുണ്ട്. എന്തോ വലിയ വക്രബുദ്ധിയും ആ കണ്ണുകളിൽ കാണുന്നുണ്ട്. സത്യഭാമ പെരുവഴിയിലാകുമോ എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ശാലിനി സ്കൂളിൽ വന്നിരിക്കുവാണ് സത്യമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ. സത്യമോള് ദൂരെ മാറി നിന്ന് അവിടെ അച്ഛന് ഫോൺ ചെയ്യുവാണ്. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ട് നിൽക്കുവാണ്. ശാലിനി നോക്കുമ്പോൾ പപ്പിമോൾ അവിടെ നിൽക്കുന്നു. മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛൻ വരും എന്നെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് പപ്പിമോൾ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ആരും അടുത്തില്ലെന്ന് കണ്ടപ്പോൾ ശാലിനി പപ്പിമോളെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുവാണ്. അത് കണ്ടിട്ട് പപ്പിമോൾ ചിരിച്ചോണ്ട് ചോദിക്കുന്നു, ചേച്ചിയമ്മേന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തു പറ്റി? നീ എൻ്റെ അനുജത്തിയുടെ മോളല്ലേ, അപ്പോൾ എനിക്ക് നിന്നെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശാലിനി പപ്പിമോളെ സ്നേഹിക്കുന്നുണ്ട്. സത്യ വീണ്ടും വീണ്ടും അച്ഛനെ ഫോൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ശാലിനിയും പപ്പിയും കാണുന്നുണ്ട്. ശാലിനി പറയുന്നത്, അതുകൊണ്ട് അച്ഛനെ വിളിക്കുക. നീ എന്താ പപ്പി നീ ചെയ്യാൻ പോകുന്നു? എനിക്കറിയില്ല ചേച്ചിയമ്മേ, എല്ലാം കാണിച്ചു വെച്ചിട്ട് എനിക്കറിയില്ല ചേച്ചിയമ്മേ. ഇങ്ങനെ ഒരു പാവത്താനെ പോലെ അങ്ങ് അഭിനയിച്ചാൽ മതിയല്ലോ, ഞാൻ തന്നെ സത്യയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചേച്ചിയമ്മേ എന്നൊക്കെ പപ്പി ഇങ്ങനെ പറയുന്നുണ്ട്. ചേച്ചിയമ്മേ, ആ രമേശ് ഇന്നും ഉടക്കുണ്ടാക്കാൻ വന്നു. സത്യയ്ക്ക് അച്ഛനില്ലെന്നും സത്യയുടെ അച്ഛൻ വരില്ലെന്നും ഈ അവാർഡ് വാങ്ങിക്കാനൊന്നും സത്യയുടെ അച്ഛൻ വരില്ലെന്നും ഒക്കെ പറഞ്ഞു. ആ ദേഷ്യം കൊണ്ടാണ് സത്യ അച്ഛനെയും കൊണ്ട് തന്നെ വരുമെന്നും പറഞ്ഞ് അച്ഛനെ വിളിക്കുവാണ്. എന്നിട്ട് എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത്? അത് ചേച്ചിയമ്മ, ഞാൻ ഫോൺ വേണ്ട ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. സത്യമോൾ ഓടി വന്ന് ശാലിനിയോട് പറയുക, അമ്മേ ഞങ്ങൾക്കേ ഞാൻ അറിഞ്ഞ നാഷണൽ ടാലൻറ്റ് അവാർഡല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞ് എന്നും പറഞ്ഞ് ശാലിനിയെ 2 മക്കളെയും പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ശാലിനി പറയുന്ന 2 പേർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സത്യ പറയുവാണ് പെട്ടെന്ന്, പപ്പി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ സത്യയുടെ അച്ഛന് ജോലി തിരക്കായിരിക്കും, രാത്രിയിലൊന്ന് വിളിച്ചു നോക്ക്. അത് വേണ്ട, ഇപ്പം തന്നെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും സത്യ അവിടെ അച്ഛനെ ഇങ്ങനെ വിളിക്കുവാണ്. വീണ്ടും ACP ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഗൂഢതന്ത്രങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണ് വിഷ്ണുവിനും ശാലിനിക്കും വേണ്ടിയുള്ള. ശാലിനി, അവളുടെ മുന്നിൽ എനിക്ക് എപ്പോഴും പരാജയം തന്നെ. എൻ്റെ കൊച്ചെ, ഈ പല മഹാന്മാരുടെയും വിജയവേ ഈ പരാജയം എന്ന ചവിട്ടുപടി കയറി തന്നെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ തോൽവിയെ ചവിട്ടി തന്നെ മുകളിലോട്ട് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാജയത്തെ നീ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ. എടി മോളെ, എനിക്ക് നിനക്ക് എഴുതി തള്ളാൻ പറ്റാത്ത ഒരേ ഒരു കടം അത് ഈ ശാലിനിയും വിഷ്ണുവും തന്നെ.
എത്ര കാത്തിരുന്നിട്ടായാലും തീർക്കണം പലിശ സഹിതം. ചിറ്റപ്പ അവൾ പിടിച്ചു നിൽക്കുന്ന അവിടെ ആ ജോലിയുടെ പദവിയിലാണ്, ജില്ലാ കളക്ടർ എന്ന പദവി, സത്യസന്ധതയായ ജില്ലാ കളക്ടർ. അവിടെ അവൾക്കൊരു പിഴവ് സംഭവിച്ചാൽ എല്ലാം അവിടെ കൊണ്ട് തീരും. നീ പറഞ്ഞത് ശരിയാ. എന്നെ സസ്പെൻഡ് ചെയ്യുമ്പോഴേ അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. അവളുടെ ആ ചിരിയെ ഒന്ന് തൽക്കാലത്തേക്ക് കടമെടുക്കണമെന്ന് എനിക്കും തോന്നിയതാ. അതിന് എത്രയും പെട്ടെന്ന് നമുക്കൊരു വഴി കണ്ടുപിടിക്കണം. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ, അത്രയും ദിവസമെങ്കിലും അവളെ എനിക്കൊന്ന് വീട്ടിലിരുത്തണം. ശാലിനിയെ തോൽപ്പിക്കാനും അവളുടെ ഇപ്പോഴത്തെ ആ ചിരിയും സന്തോഷവും നിലനിൽക്കുന്ന അവളുടെ കുട്ടികളെ കൊണ്ടാണ്. ആ കുഞ്ഞുങ്ങളാണ് അവളുടെ സ്വർഗം. ഒരു സുപ്രഭാതത്തിൽ ആ 2 കുഞ്ഞുങ്ങളെ ഒന്ന് കാണാതായാൽ അവളൊന്ന് ഞെട്ടും. അങ്ങനെ ഒരാഴ്ചയെങ്കിലും അവളെ ഒന്ന് കരഞ്ഞു പിഴിഞ്ഞ് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതുതന്നെ ധാരാളം. എടി മോളെ, ആ കുട്ടികളെ പൊക്കിയാൽ പൊക്കുന്നവനകത്താ. അത്രയ്ക്ക് കുരുട്ട് ബുദ്ധികളാ ആ കുട്ടികൾ രണ്ടും. 1ഉം 2ഉം അല്ല അനുഭവം, ഓർമ്മയുണ്ടോ? അതുകൊണ്ടേ നമുക്ക് ഈ കുട്ടിക്കളി അങ്ങ് നിർത്താം. വെറുതെ പൊല്ലാപ്പ് പിടിക്കണോ? അല്ലെങ്കിൽ തന്നെ പൊന്നു മോളെ, എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അങ്ങ് ത്രിശങ്ക് സ്വർഗത്തിലാ. നല്ലൊരു പവർഫുൾ തിരിച്ചടിയായിട്ട് മാത്രമേ നമുക്കിനി ശാലിനിയെയും വിഷ്ണുവിനെ നേരിടാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു വഴി നമുക്ക് എന്തുവായാലും തുറന്നു കിട്ടും. അതിന് വരാനുള്ളതാണെങ്കിലേ അതങ്ങ് 7 കടൽ കടന്നായാലും ഇങ്ങ് എത്തും. അങ്ങനൊരാൾ തീർച്ചയായിട്ടും വരും. ആ ആളിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. രാത്രി കുറേ നേരമായിട്ടും സത്യമോൾ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ടിരിക്കുക. അച്ഛൻ്റെ ഫോൺ വരുമെന്നും പറഞ്ഞ്. അച്ഛൻ എന്തായി വിളിക്കാത്ത? അച്ഛൻ എന്താ എപ്പോഴും ഇത്ര ബിസി? ഈ മോളോട് സംസാരിക്കാൻ അച്ഛൻ എന്താ സമയമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പി അങ്ങോട്ട് അച്ഛനായിട്ട് സംസാരിക്കുവാണ്. അച്ഛാ, ഞാനൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേ അച്ഛൻ എന്നെ വിളിച്ചല്ലോ എന്നും പറഞ്ഞ സത്യം അങ്ങ് സന്തോഷിക്കുക. അച്ഛൻ എന്താ ഇത്ര ജോലിത്തിരക്കായിരുന്നോ? അതേ മോളെ, ജോലിത്തിരക്കൊണ്ടാ മോളെ വിളിക്കാൻ പറ്റാഞ്ഞത്. അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ. ആ മോള് പറഞ്ഞോ. അച്ഛാ, എനിക്ക് നാഷണൽ ടാലൻറ്റ് അവാർഡുണ്ട് അച്ഛാ, അത് മേടിക്കാൻ അച്ഛൻ വരണം. അച്ഛൻ വരുമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ സത്യ ചോദിക്കുമ്പോൾ പപ്പി അവിടെ നിന്നങ്ങ് വിഷമിക്കുവാണ്. ദൈവമേ, കുടുങ്ങിയല്ലോ, ഞാൻ എന്താ ഇനി ഇവളോട് പറയുന്നേ? ഞാനാ സത്യം നിന്നെ വിളിക്കുന്നതെന്ന് പറയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. ആ സമയത്ത് ശാലിനി അവിടെ നിന്ന് സത്യം ഇങ്ങനെ ഫോൺ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സത്യഭാമ ഉപേന്ദ്രൻ്റെ വലയിൽ വീണെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പായി. ഇനി സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും എല്ലാവരും ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ സത്യഭാമയെ അടിച്ച് തെരുവിലിറക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.